ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. യെസ്, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന കേരളത്തിലെ ഒരു കൂട്ടം ആളുകൾ ഭക്തിയുടെ മാർഗത്തിലാണെന്ന് പറയുന്നത് കേട്ടു. നമുക്ക് എന്തായാലും നോക്കാം. ഇതാ ഈ കൊച്ചിൻ്റെ അടുത്ത് നിന്നായിരുന്നു ഇതിൻ്റെ തുടക്കം. പിന്നെ അങ്ങോട്ട് നടന്നത് ചരിത്രമായിരുന്നു. ഐ ഡി നോക്കിക്കഴിഞ്ഞാൽ തന്നെയാണ് സംഭവം. ഒരു 3-4 ഒരു ദിവസം ചെയ്യുന്നുണ്ട് റീല്. ദെൻ ഇത് സബ് ടൈറ്റിലോ ഇതാ സാധനം, ഫാൻ പേജ് ഒക്കെ 2 ലക്ഷം പോൾ. നീ ഏത് പാട്ട് പാടിയാലും ഞാൻ ലൈക്ക് ഇടും. 14 ജില്ലയുണ്ടല്ലോ കമൻറ്റ് ബോക്സിൽ. പ്രളയത്തിന് ശേഷം ഞാൻ ഇങ്ങനൊരു ഒത്തൊരുമ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണിത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇങ്ങനെ പല 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 ഭക്തിഗാനങ്ങൾ ഈ കൊച്ചിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. അത് കാണാൻ വേണ്ടി മലയാളികൾ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുന്നു. ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ എന്തൊരു സുഖല്ലേ. ഇവനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എനിക്കത് കേട്ടപ്പം ഇവനെ ഓർമ്മ വന്ന്. ഇവന് ഒരു സമയത്ത് ഇവൻ ഒരു നല്ലൊരു റോൾ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടോന്ന് അറിയില്ല. ആരുടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ചിലപ്പം കിടന്ന് കറങ്ങുന്നുണ്ടാവും. അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് എല്ലാ പാട്ടും എടുത്ത് പാടുമായിരുന്നു. ആ ഒരു ടൈപ്പ് ഈ കുട്ടി ട്രൈ ചെയ്യാൻ തോന്നുന്നു. എന്തായാലും എല്ലാ ലാംഗ്വേജിലും കുട്ടി ഇരുന്ന് പാടുന്നുണ്ട്. ഇതെന്തായാലും ഒരു പ്രത്യേക ഫീൽ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുതായ സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഇത് ഒരു പ്രത്യേക തരം ഫീലാണ്. ഇതാരാ പുതിയൊരാള്? ഇനി ഇത് സഹിക്കണം എന്നതാ. ഇത് എനിക്ക് തോന്നുന്നത് കുറേ ആളുകൾ ഇങ്ങനെ പൂവൊക്കെ വരച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടറിയാം ഇവിടെ എന്ത് സംഭവിക്കുന്നു നെക്സ്റ്റ്. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല, അതുപോലെ കൊക്കു കുളിച്ചാൽ കാക്കയും ആകില്ല. ആനപ്പുറത്ത് കയറിയാൽ ആനപ്പാപ്പാനെ തഴമ്പ് വരൂ, അല്ല വെടി പൊട്ടിക്കുന്നവന് തഴമ്പ് വരത്തില്ല. ശുഭദിനം. ഇവനേതാ? അതാരാ? ഇങ്ങനെ ഒന്നിനെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അത് ഇതപ്പോൾ അതിൻ്റെ ഇടക്കൂടെ വന്നു പോയത്. നെക്സ്റ്റ് ഉണരു 144. ഇതിപ്പോൾ ഇവരെന്നെ ഇങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കമൻറ്റ് ബോക്സ് അതിന് ആ ഒരു കമൻറ്റ് അവർക്ക് സ്കിപ്പ് ചെയ്ത് കളയാലോ. അവർ നല്ലൊരു മുന്നേറ്റമാണത്. എടാ ഇത് അവൾ തന്നെ. ഇതൊക്കെ ആരുടെ ഇതൊക്കെ? എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഇവിടെ ആളുകൾ. എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രെൻഡ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഭക്തി മൂത്ത് ഭ്രാന്തായോ? ഇനി ഭക്തി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഭക്തയുവതികളുടെ എണ്ണം കൂടുന്നു. എന്താണോ ഇത്? കൊള്ളാം. നെക്സ്റ്റ് ഭക്തിഗാനം ഇപ്പോൾ സംഘഗാനായോ? എന്തെല്ലാം കാണണ്ട ദൈവമേ. ഇനി ഉണർന്നു പഞ്ചായത്ത് ഗ്രൗണ്ട് പോയി 2 റൗണ്ടോ. കമൻ്റ് ഇടാൻ മലയാളികൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുറത്തുള്ള ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ മലയാളികൾ വന്നോ, മലയാളികൾ ലൈക്ക് അടിക്കി, ഞാൻ പോയി മലയാളിയെ കൂട്ടിക്കൊണ്ട് വരാം, നിൻ്റെ ഈ വീഡിയോ മലയാളികൾ കാണുന്നവരെ ഉണ്ടാകും നീ, ഇങ്ങനെ പറഞ്ഞ് ഒരു ലോഡ് ടീമുണ്ട്. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ലോകത്തിലുള്ള ഏത് ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും ഒരു മലയാളി ഉണ്ടാവും. ഇപ്പം അങ്ങനെ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഇന്റർനാഷണൽ ശല്യമായി പ്രഖ്യാപിക്കേണ്ടി വരുമോ? ഇതെന്താ കേബിളൊക്കെ? അവിടെ ഒറിജിനൽ എന്താ മാല ഉണ്ടാവും അല്ലേ?
കേബിളൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണാവോ. കുറച്ച് പൂവില്ലേ, 3-4 പൂവും കൂടെ ഇങ്ങനെ സൈഡിലൊക്കെ വരച്ചിരുന്നെങ്കിൽ സെറ്റ് ആവുമായിരുന്നു. കൊള്ളാം. അപ്പോൾ ഇതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന റീലിൽ. എല്ലാവരും ഭക്തിയുടെ മാർഗത്തിലാണ്. ഒരു കൂട്ടം ആളുകൾ എന്താണ് മോനെ നീ കേട്ട പാട്ട് തന്നെ കേൾക്കുന്നതെന്ന് അടുക്കളയിൽ നിന്ന് അമ്മ ചോദിച്ചു എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇനിയൊന്ന് ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിച്ച് നോക്കട്ടെ വലുത് നടക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ടീം. അങ്ങനെ പല ടീംസ്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. എന്തെങ്കിലുമൊക്കെ വരണ്ടേ ഇൻസ്റ്റഗ്രാമിൽ, അല്ലാതെ ഇൻസ്റ്റഗ്രാം പഴം പുഴുങ്ങാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ അല്ലല്ലോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അടുത്ത ട്രെൻഡുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.